കേരയിൽ പദ്ധതി ഉപേക്ഷിച്ച് UDF സർക്കാരിന്റെ തീരുമാനത്തിന് അഭിവാദ്യമർപ്പിച്ച് പടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കേരയിൽ അതിരടയാളക്കുറ്റി പിഴുതെടുത്തു. ഉദനൂർ റെയിൽവേ ഗേറ്റിന് സമീപത്ത് നേരത്തെ അധികൃതർ സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് കുറ്റിയാണ് പ്രവർത്തകർ പ്രകടനവുമായി എത്തി പിഴുതുമാറ്റിയത്. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കേരളത്തെ പാരിസ്ഥിതികമായും സാമ്പത്തികമായും നശിപ്പിക്കുന്ന വിനാശകരമായ കേരയിൽ പദ്ധതി റദ്ദ് ചെയ്ത സംസ്ഥാനത്തെ പുതിയ UDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചും മഞ്ഞക്കുറ്റി പിഴുതുമാറ്റിയുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടന്ന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദനൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VV അനിൽകുമാർ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായി. വിനാശകരമായ ഒരു പദ്ധതിയായ കേരയിൽ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ട് കൈപ്പറ്റിയും കൊണ്ട് കേരളക്കരയെ ദുരിതത്തിലാക്കാൻ ശ്രമിച്ച പിണറായി സർക്കാർ കൊണ്ടുവന്ന കേരയിൽ പദ്ധതി കേരളത്തിലെ പാവപ്പെട്ടവന്റെ പറമ്പുകളിൽ അന്യായമായി കടന്നു ചെന്ന് മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തെ കൊള്ളയടിച്ച ഒരു പദ്ധതിയായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ ബഹുജന സമരം കൊണ്ട് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിഞ്ഞില്ല. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ VD സതീശൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം നടപ്പിലാക്കുന്ന തീരുമാനം കേരയിൽ പദ്ധതി എന്ന കേരളത്തിന് വിനാശകരമായ പദ്ധതി ഉപേക്ഷിക്കുമെന്നുള്ളതാണ്. ആ പ്രഖ്യാപനം ഇന്ന് മന്ത്രിസഭാ യോഗം കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനതയോട് പറയുമ്പോൾ അത് കേരളം വളരെ സന്തോഷത്തോടെ, കേരളത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ജതീന്ദ്രൻ, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PK താജുദ്ദീൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് T രതില, പടന്ന പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV അനിൽകുമാർ, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി K ഫിറോസ്, ബ്ലോക്ക് ഭാരവാഹികളായ P രവീന്ദ്രൻ നായർ, KP ജയദേവൻ, C സുരേഷ്, AG കമറുദ്ദീൻ, PP കുഞ്ഞികൃഷ്ണൻ, MV പ്രദീപ്, K അജിത, V ബാബുരാജ്, V ജയരാജൻ എന്നിവർ സംസാരിച്ചു. K അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.